ഉത്തമഗീതം പറയുകയാണ് 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട അടുത്ത വർഷം ഞാൻ കട്രായിൽ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ എന്നെ രോമാഞ്ചം കൊള്ളിച്ചൊരു വാക്യമാണ്. ഹല്ലേലൂയ. അവൻ എന്നെ അന്നെനിക്ക് പട്ടിണിയാണ്, അന്നെനിക്ക് പ്രയാസമാണ്. എൻ്റെ ഭാര്യ കീറിയ സാരി ഉടുത്തുകൊണ്ട് നടക്കുകയാണ്. ഞാൻ കണ്ടു കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. റോഡിൽ കൂടെ നടക്കുന്നത് നല്ലതില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തണുപ്പ് വന്നു. ഒരു സ്വെറ്റർ വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഒരു നല്ല ഷാള് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാനുള്ള പൈസ എല്ലാം കൂടെ നുള്ളിപ്പെറുക്കിയപ്പോൾ 12 രൂപ കഷ്ടിച്ചു വന്നു. തണുപ്പ് കാലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാക്ട് കൊടുക്കാനൊക്കെ പ്രയാസമാണ്. കാരണം അവിടെ മഴയാണ്, ഭയങ്കര ഐസ് വീഴുകയാണ്. അതുകൊണ്ട് ഞാൻ നുള്ളിപ്പറിക്കുക 12 രൂപയാണ്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാനൊരു തുണിക്കടയിൽ ചെന്നൊരു കള്ളം പറഞ്ഞു. ഞാനൊരു തുണിക്കടയിൽ ചെന്ന് വെച്ച് പറഞ്ഞു, നോക്കി പാവപ്പെട്ട ഒരു സ്ത്രീക്ക് കൊടുക്കാനായി എനിക്കൊരു വില കുറഞ്ഞ ഷാൾ വേണം. അവർ നോക്കി വെച്ച് എൻ്റെ ഒക്കെ പറഞ്ഞ് 15 രൂപ. ഞാൻ പറഞ്ഞു എൻ്റെ 12 രൂപയേ ഉള്ളൂ. അവർ പറഞ്ഞു പോട്ടെ, പാവപ്പെട്ട സ്ത്രീക്ക് കൊടുക്കാനുള്ള 12 രൂപയ്ക്ക് അദ്ദേഹം അവർ 12 രൂപയ്ക്കാണ് അത് ഇട്ടുകൊണ്ടല്ലേ നടന്നത്. അതെ, പക്ഷേ ആ സമയത്ത് അവനെ രോമാഞ്ചം കൊള്ളിച്ചൊരു വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിച്ചെന്നു. എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൂടി സ്നേഹമായിരുന്നു. ഞാൻ പട്ടിണിയിലായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം, എനിക്ക് കഴിഞ്ഞ 2016 തന്നെ ഏകദേശം എനിക്കും ലില്ലിക്കും കൂടെ ഏകദേശം 10-25 ഷാൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങ് കൊടുക്കും കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ. ഹല്ലേലൂയ. കാരണം എൻ്റെ ദൈവം ഞങ്ങളുടെ പട്ടിണിയിൽ നിന്നും, ഞങ്ങളുടെ ദുഃഖത്തിൽ നിന്നും, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും അവൻ ഞങ്ങളെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൂടി സ്നേഹത്തിൻ്റെതായിരുന്നു.